വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അതിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു മിന്നൽ മുരളി യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒരു കേസിന്റെ ഭാഗമായിട്ട് മിന്നൽ മുരളിയിലെ കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ ഉപയോഗിക്കരുത് എന്നൊരു ഉത്തരവ് വന്നിരുന്നു. അതിനാൽ തന്നെ ഒരു ഡയലോഗിൽ മഞ്ചാടിക്കാട് എന്ന് പറയുന്നത് മാത്രമാണ് ഞാനൊരു മിന്നൽ മുരളി റെഫറൻസ് ആയിട്ട് ഈ സിനിമയിൽ ശ്രദ്ധിച്ചത്. സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഫോക്കസ് പ്രധാനമായിട്ടും നായക കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുക എന്നതിലേക്കാണ്. കുഡോസ് മീഡിയയിലുള്ള പയ്യന്മാരുടെ ഹ്യൂമറിന് സമാനമായ കുറെ പരിപാടികൾ ഇതിലെ കോമഡി അത്യാവശ്യം രസകരമാക്കുമ്പോൾ ക്ലൈമാക്സിനോട് അടുക്കും തോറും കഥ കൂടുതൽ ജനറിക്കായി മാറുകയാണ്. ഡയലോഗ് ഹ്യൂമറും സിറ്റുവേഷൻ ഹ്യൂമറും ഒരു പരിധിവരെ എൻഗേജിംഗ് ആക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടിരിക്കാവുന്ന ഒരു ശരാശരി ചിത്രമാണ്. പ്ലാച്ചിക്കാവ് എന്ന ഗ്രാമത്തിലാണ് നമ്മുടെ നായകൻ ഉജ്ജ്വലൻ ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത നാട്ടിലൊരു ലൈബ്രറി നടത്തുന്ന, അതും ഡിറ്റക്റ്റീവ് ബുക്കുകൾ കൂടുതലുള്ള ഒരു ലൈബ്രറി നടത്തുന്ന ഒരാളാണ് ഉജ്ജ്വലൻ. നാട്ടിലെ ചെറിയ കേസുകൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന, അതായത് ആടിനെ കാണാനില്ല, മാല കാണാനില്ല എന്നൊക്കെ തരം കേസുകൾ തീർപ്പാക്കി കൊടുക്കുന്ന ഒരു ചെറുകിട ഷെർലക് ഹോംസ് കൂടിയാണ് ആശാൻ. ആ നാട്ടിലെ പോലീസുകാർ കഴിവില്ലാത്തവർ ആയതുകൊണ്ട് എന്തിനും ഏതിനും അവർ ഉജ്ജ്വലന്റെ സഹായം തേടിയിരുന്നു. അങ്ങനെ ചെറുകിട തരികടകളുമായിട്ട് പോയ ഗ്രാമത്തിലെ ക്രമസമാധാനം ഒരു ദിവസം പെട്ടെന്ന് മാറുകയാണ്. മുഖം മൂടി ധരിച്ച് ഒരു അജ്ഞാതൻ നാട്ടിലെ ആളുകളെ ഒരു പ്രത്യേക രീതിയിൽ കൊല്ലാൻ തുടങ്ങി. ഉജ്ജ്വലനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉജ്ജ്വലനും പോലീസുകാരും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ജനറിക് ആയ ഒരു ഒറിജിൻ സ്റ്റോറിയുടെ സ്ട്രക്ചറാണ് മിന്നൽ മുരളിക്ക് ഉണ്ടായിരുന്നതെങ്കിലും നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സെറ്റിംഗിലേക്ക് ആ കഥ പറിച്ചു നടാനും അതിനൊപ്പം തന്നെ വളരെ ഗംഭീരമായ ഒരു ബാക്ക് സ്റ്റോറി അതിലെ വില്ലന് കൊടുക്കാനും സാധിച്ചതാണ് ഒരർത്ഥത്തിൽ മിന്നൽ മുരളിയെ ഒരു പ്രശംസനീയമായ സിനിമയാക്കി മാറ്റുന്നത്. പക്ഷെ ഉജ്ജ്വലനിലേക്ക് വരുമ്പോൾ ഇതിലെ വില്ലന്റെ ട്രാക്കിന്റെ ഡിസൈൻ വളരെ ഫെമിലിയർ ആയതുകൊണ്ട് ഒരു തരത്തിലും ആ ഒരു ഭാഗം നമുക്കൊരു ഹൈ തരുന്നില്ല. കൂടുതൽ ട്വിസ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് വില്ലന്റെ ബാക്ക് സ്റ്റോറി കൂടുതൽ സ്ട്രോങ് ആക്കാൻ ഇതിന്റെ എഴുത്തും സംവിധാനവും ചെയ്തിട്ടുള്ള ഇന്ദ്രനീലും രാഹുലും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു പുതുമ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിലെ ചില കഥാപാത്രങ്ങൾ പെട്ടെന്ന് ഇമോഷണലായി മാറുന്നുണ്ട്. റോണി ഡേവിഡും സീമാജി നായരും ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ് അങ്ങനെ മാറുന്നത്. പക്ഷെ ആ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു ഇമോഷണൽ ഫാക്ടർ നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന കഥാപാത്രം ഒരു അഭിനേതാവ് എന്ന നിലയിൽ വളരെ ചാലഞ്ചിങ് ആയ ഒന്നായിട്ട് പറയാൻ സാധിക്കുകയില്ല. എന്നാലും നാട്ടുകാർക്കൊന്നും വലിയ വിലയില്ലാത്ത ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് ചെയ്യാനുള്ള ഹ്യൂമറിന്റെ സാധ്യത നോക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ചോയ്സ് ആണ്. ഇനി ഭാവിയിൽ ഈ യൂണിവേഴ്സിലെ എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരുപക്ഷെ അതിലെ പ്രായോഗിക ബുദ്ധി ഉപദേശിക്കുന്ന കോമിക് റിലീഫ് കഥാപാത്രം ഉജ്ജ്വലനായേക്കും. വളരെ സ്മാർട്ടും ഷാർപ്പുമായിട്ടുള്ള ഒരു ടിപ്പിക്കൽ പോലീസ് കഥാപാത്രത്തെയാണ് സിജു വിൽസൺ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഫൈറ്റ് സീക്വൻസുകളൊക്കെ പുള്ളിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. കുഡോസ് മീഡിയയുടെ സ്വന്തം അമീനും നിഹാലും നിബ്രാസും ഷഹബാസും ഈ സിനിമയിൽ വന്നിട്ടുള്ളത് അവരുടെ ഓൺലൈൻ പോപ്പുലാരിറ്റി ഒന്നുകൊണ്ട് തന്നെയാണ്. അമീനിനും നിഹാലിനും സ്വതസിദ്ധമായ ശൈലിയിൽ കുറച്ചെങ്കിലും ആളുകളെ ചിരിപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ നിബ്രാസും ഷഹബാസും വെറും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളായിട്ട് ഒതുങ്ങിപ്പോയി. അച്ഛൻ കഥാപാത്രമായിട്ട് കോട്ടയം നസീർ ഹ്യൂമർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. SI സച്ചിൻ എന്ന കഥാപാത്രത്തെ റോണി ഡേവിഡ് രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ചില സ്ഥലങ്ങളിൽ കുറച്ചധികം ആനിമേറ്റഡ് ആകുന്നുണ്ട്. മിന്നൽ മുരളി നടന്ന കുറുക്കൻ മൂലയ്ക്ക് ബേസിൽ ജോസഫിന്റെ മറ്റ് സിനിമകളിലെ നാടുകളുമായിട്ട് നല്ല സാമ്യം ഉണ്ടായിരുന്നു. ഉജ്ജ്വലന്റെ സംവിധായകരായിട്ടുള്ള ഇന്ദ്രനീലും രാഹുലിനും സമാനമായ ഒരു റെട്രോ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് സിനിമയുടെ ഹ്യൂമർ ടോൺ സെറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റാതെ പോകുന്നത് അതിലെ വില്ലനെ ചുറ്റിപ്പറ്റി ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ്. നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുന്ന പല പ്ലോട്ട് ട്വിസ്റ്റുകളും സാമാന്യം എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വില്ലന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യാൻ അവർ നടത്തുന്ന ഒരു പ്ലാനാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നാൽ അതിനുശേഷം വരുന്ന ബാക്ക് സ്റ്റോറിയും അതിനകത്ത് വരുന്ന ട്വിസ്റ്റുമെല്ലാം എവിടെയെല്ലാമോ കണ്ടു മറന്നതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി സ്റ്റൈലാണ് ഈ സിനിമ ഫോളോ ചെയ്യുന്നത്. സോഫ്റ്റ് ഫോക്കസും വാം ടോണുകളും പല സ്ഥലത്തും കാണാൻ സാധിക്കും. പാട്ടുകളൊന്നും തരക്കേടില്ല, എന്നിരുന്നാലും ഒന്നും തന്നെ വളരെ ക്യാച്ചി ആയിട്ട് തോന്നിയില്ല. ഈ ഒരു ഘട്ടത്തിൽ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകം എന്നൊരു ഫീല് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയ്ക്ക് കിട്ടുന്നില്ല. ഈ കഥയിൽ 1-2 കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് പറയാതെ വെച്ചിട്ടുണ്ട്. സിനിമാറ്റിക് യൂണിവേഴ്സ് പടങ്ങളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ ഭാവിയിൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ഏത് വശത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ സാധിക്കും. കുഡോസ് മീഡിയ യൂട്യൂബ് ചാനലിൽ ആസ്വദിക്കുന്ന തരം ഹ്യൂമറും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും വലിയ തരക്കേടില്ല എന്ന് തോന്നുന്ന തരം ട്വിസ്റ്റുകളുമുള്ള ഒരു വാച്ചബിൾ പടമാണ് ആകെ മൊത്തത്തിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്